voice of marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ ആ റീറ്റെയിലർ ഒരു പുതിയ ഷോപ്പ് വളരെയധികം ആഗ്രഹത്തോടെ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ ഒരു പുതിയ റീറ്റെയിലർ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അയാൾക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെ? എല്ലാ ഷോപ്പ് നടത്തുന്നവർക്കും അവരുടേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഒരാൾ ഉറപ്പായിട്ടും നമുക്കറിയാം മറ്റുള്ള ഒരാളിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു റീറ്റെയിലർ ഷോപ്പുകാരൻ ആദ്യം മനസ്സിലാക്കേണ്ടത് അയാൾ എന്താണ്. നിങ്ങൾക്ക് ഈ ലോകത്തെ എല്ലാ കാര്യവും കഴിയില്ല, എനിക്ക് കഴിയില്ല എല്ലാ കാര്യവും. അങ്ങനെ ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യവുമില്ല. ചിലർക്കൊക്കെ ചില കാര്യങ്ങൾ കഴിയും, ചിലർക്ക് വിചാരിച്ച് ചില കാര്യങ്ങൾ നടത്താൻ സാധിക്കും, പക്ഷെ ചിലർ വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് തന്നെ പറയണം. അത് ദൃഢനിശ്ചയത്തോടെ, വളരെ പുഞ്ചിരിയോടെ, സ്മൈലോടെ ഒരു റീറ്റെയിലർ നോ എന്ന് പറയണം. അത് സാധിക്കില്ല, എനിക്ക് അത് പറ്റില്ല എന്ന് തുറന്ന മനസ്സോടെ പറയണം. നോ എന്ന് നേരത്തെ പറയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ കപ്പാസിറ്റിയിൽ, നിങ്ങളുടെ അവസ്ഥയിൽ പെടുന്ന ഒരു കാര്യമല്ല അത്. നിങ്ങൾ അതിന് യെസ് എന്ന് പറഞ്ഞ് അയാളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ഒരാൾ നിങ്ങളോട് റോഡിലൂടെ നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ കോതമംഗലത്തേക്കുള്ള വഴി ഏതാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കോതമംഗലത്തേക്കുള്ള കൃത്യമായിട്ട് വഴി അറിയാമെങ്കിൽ കോതമംഗലത്തേക്ക് അങ്ങോട്ട് പോയാൽ മതി. അതിന് പെരുമ്പാവൂർക്ക് പോകേണ്ട വഴിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, പെരുമ്പാവൂർക്ക് അങ്ങോട്ട് പോയാൽ മതി എന്നല്ല കോതമംഗലത്തിന്റെ വഴി ചോദിക്കുമ്പോൾ പറയേണ്ടത്. അറിയാത്ത കാര്യങ്ങൾ, അറിയാത്ത ബിസിനസ്സുകളിലേക്ക്, കൃത്യമായിട്ട് കോൺഫിഡൻസ് നമുക്ക് തരാത്ത ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി പുറപ്പെടരുത് എന്നുള്ള ആദ്യത്തെ സിദ്ധാന്തം, ആദ്യത്തെ തിയറി മനസ്സിലാക്കി വെക്കുക. അതുപോലെ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യെസ് എന്ന് പറയാം. യെസ് എന്ന് പറയുക മാത്രമല്ല, അത് നടപ്പിലാക്കാനുള്ള വിൽ പവർ നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു വിൽ പവർ ഉള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് നോളജ് ഉണ്ടായിരിക്കണം. എന്തിനെക്കുറിച്ച്? ആ പ്രോഡക്റ്റിനെ കുറിച്ച്, ആ സ്പെസിഫിക് ആയ ഏരിയയെ കുറിച്ചിട്ടുള്ള വളരെ ഗംഭീരമായ നോളജിന് ഉടമയായിരിക്കണം. അങ്ങനെ നോളജ് ഉള്ള ഒരു വ്യക്തിക്കാണ് ഒരു കാര്യം യെസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു റീറ്റെയിലർ പുതുതായിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എതിർപ്പുകൾ വരുന്ന എവിടെ നിന്നായിരിക്കും എന്നറിയാമോ? അടുത്ത സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, ഒന്നിച്ചു നിൽക്കുന്നവർ, ശരിക്കും ചിലപ്പോൾ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സഹോദരികളിൽ നിന്നോ അളിയനിൽ നിന്നോ അങ്ങനെയുള്ള ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും തന്നെ ആദ്യം വന്നേക്കാം, എന്തിനാണിപ്പോൾ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്? നിനക്കിതിനെക്കുറിച്ച് എന്തറിയാം? അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റണം, ഐ ആം പവർഫുൾ. ഞാൻ ഈ റീറ്റെയിൽ ഷോപ്പ് നടത്താൻ പവർഫുൾ ആയ പേഴ്സണാണ്. എനിക്ക് അറിയാവുന്ന ഏരിയയാണ് ഞാൻ തുടങ്ങുന്നത്, എനിക്ക് അറിയാവുന്ന ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്, അറിയാവുന്ന പ്രോഡക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അത് അങ്ങനെ പറയുക മാത്രമല്ല, എല്ലാവർക്കും ഈ ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അത് കാണിച്ചു കൊടുക്കണം, ചെയ്ത് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ എങ്ങനെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ആ സ്റ്റാഫുകളെ അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളെ അത് പഠിപ്പിച്ചു കൊടുക്കണം, എങ്ങനെ അത് ചെയ്യാം. ഒരു കാര്യം പറയുക മാത്രമല്ല, പറയാൻ ഈ ലോകത്ത് എല്ലാവർക്കും പറ്റും. അത് എക്സിക്യൂട്ട് ചെയ്യാൻ, അത് നടപ്പിലാക്കാൻ അതിനൊരു വിൽ പവർ വേണം. അതിന് ആ എക്സിക്യൂട്ടീവിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ഒരു പവർ, ആ നോളജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഒരു റീറ്റെയിൽ ബിസിനസ്സിലേക്ക് സ്റ്റെപ്പ് 1 എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊരു റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച്, ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ച്, ചെയ്യുന്ന ബ്രാൻഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച്, ഏത് ഏരിയയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പല ഏരിയ ഉണ്ട് അല്ലേ? ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ട്, പ്ലംബിംഗ് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഉണ്ട്, ഹോം അപ്ലയൻസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, മൊബൈൽ ഏരിയ ഉണ്ട്. ആ റീറ്റെയിൽ തുടങ്ങുകയാണെങ്കിൽ
പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എത്ര വിഭിന്നമായ ഏരിയ ഉണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചെല്ലാം എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് പൂർണ്ണമായ അറിവോടെ കൂടി എല്ലാ രംഗത്തിലേക്കും ഇറങ്ങുക എന്ന് പറയുന്നത് നടക്കില്ലെങ്കിലും നമ്മൾ അതിൽ കോൺഫിഡൻ്റ് ആയാൽ മതി, നമ്മളത് പഠിക്കാൻ തീരുമാനിച്ചാൽ മതി. ആ ഏരിയയെ കുറിച്ച് സ്റ്റഡി ചെയ്ത ശേഷം മാത്രം ആ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാം മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം മാറ്റി കുറച്ചൊക്കെ സ്വയം നമ്മൾ ചെയ്യാനുള്ള ക്വാളിറ്റിയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുമ്പോൾ പുതിയ റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോഡക്റ്റുകൾ. അനവധി പ്രോഡക്റ്റുകൾ ഒരു റീറ്റെയിൽ ഷോപ്പിലുണ്ട്. ആദ്യം കയറി എല്ലാ പ്രോഡക്റ്റും അവിടുന്ന് അവരെ കൊണ്ടുവന്നു, ആ കമ്പനിക്കാർ കൊണ്ട് ഇറക്കി, മറ്റവരെ ഇറക്കി, ഡിസ്ട്രിബ്യൂട്ടർ ഇറക്കി, അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്ന് ഷോപ്പിലേക്ക് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നു. നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുക. യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയുക, നോ എന്ന് പറയേണ്ടടുത്ത് നോ ശക്തമായി പറയുക. പ്രോഡക്റ്റ് എവിടെ നിന്നും വാങ്ങിക്കണം. നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? അത് വിൽക്കുന്നതിൽ നിങ്ങൾക്കത് ലാഭം കിട്ടുമോ? അത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം? ഏത് കസ്റ്റമറുടെ അടുത്ത് നിന്ന്, ഏത് കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് നിന്നും അത് പർച്ചേസ് ചെയ്യണം? അത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു പർച്ചേസറായിട്ട് മാറണം. നമ്മൾ ആദ്യം ഒരു പർച്ചേസർ ആയിരിക്കണം. ഒരു പർച്ചേസ് ചെയ്യുന്ന ആൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? മാക്സിമം ഓഫറുകളിൽ, സ്കീമുകളിൽ, ക്യാഷ് ഓഫറുകളിൽ വളരെയധികം ലാഭകരമായിട്ട് തന്നെ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ പർച്ചേസ് ചെയ്ത് വച്ച ശേഷം അത് വളരെ മാന്യമായ വിലയ്ക്ക് അത് വിൽക്കാൻ സാധിക്കണം, ലാഭം എടുത്തുകൊണ്ട് വിൽക്കാൻ സാധിക്കണം. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നല്ല ലാഭത്തിൽ ഒരു പ്രോഡക്റ്റ് ഒരു റീറ്റെയിലർ പർച്ചേസ് ചെയ്യാൻ സാധിക്കണം. അവരെ കണ്ടുപിടിച്ചിരിക്കണം, അങ്ങോട്ട് ചെന്ന് തന്നെ അവരെ പരിചയപ്പെടണം, കണക്ഷൻ ഉണ്ടാക്കി വെക്കണം. അവരുടെ ഡേറ്റ, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ചു വെച്ച ശേഷം മാക്സിമം ഡിസ്കൗണ്ട് ഓഫർ, ക്യാഷ് ഓഫറുകൾ, ഡിസ്കൗണ്ട് സ്കീമുകൾ അതിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റിട്ടേൺ ആയിട്ട് എഴുതി വെക്കണം, എത്ര ഡിസ്കൗണ്ട് തരുന്നു. അത് അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് സീല് വെച്ച് നമ്മുടെ ഫയലിൽ സൂക്ഷിക്കണം. നാളെ കഴിഞ്ഞ് ആ രീതിയിൽ ബില്ലടിച്ച് വന്നില്ലെങ്കിൽ അതെടുത്ത് നിവർത്തി വച്ച് അത് വാട്സപ്പ് ഇട്ട് അവർക്ക് കമ്പനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റണം. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് സൈൻ ചെയ്തിട്ട് പോയ ഓഫറാണ്, ഡിസ്കൗണ്ടാണ്, സ്കീമാണ്, ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഒരു റീറ്റെയിലർ. റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിസ്സാരനായ ഒരു വ്യക്തിയല്ല. വളരെ പ്രഭാവത്വമുള്ള അനവധി കമ്പനികളെ ഡീൽ ചെയ്യുന്ന അങ്ങനെ ഒരു കമാൻഡിങ് പവറും ഒരു കലിബറുമുള്ള ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് ഒരു റീറ്റെയിലർ. അത് ചെറുതായാലും വലുതായാലും. പർച്ചേസ് ചെയ്യണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ലാഭം ഉണ്ടായിരിക്കണം. ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് വെച്ചു, അത് വിൽക്കുന്നത് ലാഭത്തിലായിരിക്കണം. ഈ പ്രോഡക്റ്റ് എക്സ് എന്നുള്ള പ്രോഡക്റ്റ് ഇത്തിരി നഷ്ടത്തിൽ മേടിച്ച വിലയ്ക്കാണെങ്കിൽ വിൽക്കാം, മറ്റേതിൽ കൂടുതൽ ലാഭത്തിലങ്ങ് വിൽക്കാം. ആ ഒരു തിയറി വ്യക്തിപരമായിട്ട് അത് നല്ലൊരു കീഴ്വഴക്കം ആണെന്ന് തോന്നുന്നില്ല. നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിന് ഫിക്സഡ് ആയിട്ടൊരു മാർജിൻ ഇട്ട് തന്നെ വിൽക്കണം. മാർജിൻ ഇല്ലാതെ ബിസിനസ് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റീറ്റെയിൽ ഷോപ്പ് സ്റ്റാഫുകളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രാരംഭ ദിശയിൽ തന്നെ മാർജിൻ ഇല്ലാതെ, ലാഭമില്ലാതെ ഒരു പ്രോഡക്റ്റ് വിൽക്കരുത് എന്ന് കരുതി അമിതമായി ലാഭം മാന്യമല്ലാത്ത രീതിയിൽ കൊള്ള ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു റീറ്റെയിലറും അങ്ങനെ കൊള്ളയൊന്നും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു വെച്ചത് മാന്യമായ ലാഭത്തിൽ, അമിതമായ ലാഭം എടുക്കാതെയും മാന്യമായ മാർജിനിൽ ആ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വിധത്തിലുള്ള ലാഭം എടുക്കുക. അല്ലെങ്കിൽ നാലാൾക്കാർ പറയരുത് അവിടെ വളരെയധികം റേറ്റ് കൂടുതലാണ്, അങ്ങോട്ട് ഇനി പോകാൻ സാധിക്കില്ല എന്നും പറയാത്ത രീതിയിൽ മാന്യമായ ഒരു പ്രൈസ് താരിഫിലായിരിക്കണം പ്രോഡക്റ്റ് വിൽക്കേണ്ടത്. അതിന് നമ്മൾ നിയറസ്റ്റായ ഏരിയകളിൽ ഏതൊക്കെ രീതിയിലാണ് റീറ്റെയിലർ വിൽക്കുന്നത് പ്രോഡക്റ്റ്, അതിൽ ലാഭം എടുക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. ഒരു മോണോപ്പൊളി പവർ ആയി നിൽക്കുന്ന ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് തന്നെ വിൽക്കുകയാണ്. പക്ഷെ ആ ബ്രാൻഡഡ് പ്രോഡക്റ്റിന് ലാഭമില്ല. ആ ബ്രാൻഡഡ് പ്രോഡക്റ്റ് വിറ്റാൽ ലാഭമില്ലെങ്കിൽ എന്തിനാണ് ആ ബ്രാൻഡഡ് പ്രോഡക്റ്റ് വിൽക്കുന്നത്? ലാഭമില്ലാത്ത, മാർജിൻ കിട്ടാത്ത പ്രോഡക്റ്റ് വിൽക്കരുത് എന്നുള്ളൊരു തിയറിയിൽ
കൃത്യമായിട്ട് വാങ്ങിച്ച വിലയ്ക്ക് തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ കമ്പനിയോ കൊണ്ടുവയ്ക്കുന്ന വിലയ്ക്ക് തന്നെ ഒരു പ്രോഡക്റ്റ് വിൽക്കാനാണെങ്കിൽ എന്തിനാണ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കഷ്ടപ്പെട്ട് ആ ചെയറിൽ ഓരോ കസ്റ്റമർക്കും വേണ്ടി കാത്തിരിപ്പ് തുടർന്ന് അവിടെ ഇരിക്കുന്നത്? ലാഭമില്ലാത്ത ഒരു പ്രോഡക്റ്റും എത്ര ബ്രാൻഡഡ് ആയാലും വിൽക്കരുത് എന്നുള്ള തീരുമാനത്തിലേക്ക് ഒരു റീറ്റെയിലർ എത്തിച്ചേരേണ്ടതുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഈ ഷോപ്പിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ എന്ത് വിറ്റു എന്ത് കിട്ടിയെന്ന് നോക്കുമ്പോൾ ഏത് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയാലും എത്ര മോണോപോളി ആയാലും ലാഭമില്ലാതെ മാർജിൻ ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് വിൽക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തണം. നാം ആദ്യം സംസാരിച്ച പോയിന്റ് തന്നെയാണ്. ഞാൻ എന്താണ്, എനിക്ക് യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്നും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്നും പറയാൻ ഒരു റീറ്റെയിലർ പഠിച്ചിരിക്കണം. ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരിക്കണം. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നമ്മൾ ബാങ്കിലെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നും എടുത്ത് ചെലവാക്കാൻ നിന്നാൽ പ്രോഡക്റ്റുകളും ഐറ്റംസും ഷോപ്പിൽ വാങ്ങിച്ചു വെക്കുമ്പോഴത്തേക്കും കമ്പനിക്കാർക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും പൈസ കൊടുക്കാനുണ്ടാവില്ല. ഒരു പുതിയ റീറ്റെയിൽ ഷോപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായി കുറെ ക്രൈസിസ് നേരിടേണ്ടി വരും. ചിലപ്പോഴൊക്കെ അവരെ അടുത്ത് കടം ചോദിച്ച ആളുകൾ വരും. കടം തരാൻ പറയും. കടം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് അവർ പറയും. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു വെച്ച ഒരു കാര്യമുണ്ട്. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയണം, യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയണം. അങ്ങനെ കടം തരാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ കടം കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കസ്റ്റമർ വന്ന് കടം തരണം എന്ന് പറയുന്നു. ഞാൻ 1 ലക്ഷം രൂപയുടെ ഐറ്റം എടുക്കാം, പുതിയ ഷോപ്പാണ്, നിങ്ങൾ എനിക്ക് കടം തരണം. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച യെസ് നോയും അവിടെ ബ്രേക്ക് ചെയ്യാണ്. കടം കൊടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. നോ എന്ന് പറയാൻ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചതായിരുന്നു. കസ്റ്റമറും വേറെ ആളും അല്ലെങ്കിൽ ബന്ധുവും ഒക്കെ വന്ന് ചോദിച്ചു, അത് മാറ്റി ബ്രേക്ക് ചെയ്തു, യെസ് കടം തരാം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിലേക്ക് ഒരു കാരണവശാലും പോകരുത്. 1 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്താൻ വേണ്ടി ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ മിനിമം 80,000 രൂപയെങ്കിലും കയ്യിലേക്ക് വാങ്ങിച്ചിരിക്കണം. അല്ലാതെ ഈ പ്രോഡക്റ്റ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ ഈ ബാക്കി 20,000 രൂപ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഫോളോ അപ്പും ബാക്കി കാര്യങ്ങൾ അതിന്റെ ബാക്കിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കടം കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. കടം കൊടുക്കില്ല, ഈ ഷോപ്പിൽ കടമില്ല എന്നുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വളരെ സന്തോഷത്തോടെ സ്മൈലോടെ കടം കൊടുക്കാൻ സാധിക്കില്ല. എനിക്ക് കസ്റ്റമർക്ക്, ഈ കമ്പനിക്കാർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് എടുത്തു വച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ പേയ്മെന്റ് അടുത്ത ദിവസം കൊടുക്കേണ്ടതാണ്. ഞാൻ എങ്ങനെ കൊടുക്കും? അത് ചോദിക്കാൻ തയ്യാറായിരിക്കണം. കടം കൊടുക്കില്ല എന്നുള്ള തീരുമാനം ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ അത് ഉറച്ചു നിന്നിരിക്കണം. ഉറച്ചു നിന്നാൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിനകത്ത് തന്നെ ഇരിക്കും. നാളെ കഴിഞ്ഞ് അതിന്റെ പേരിൽ ടെൻഷൻ എടുക്കണ്ട. 100 കോൾ ചെയ്യുമ്പോൾ അവർ ഫോൺ എടുക്കാതെ ആ പ്രയാസം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടവരില്ല. കുറച്ച് മനസ്സമാധാനം കിട്ടും. പ്രോഡക്റ്റ് കടം കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാണെങ്കിൽ ഉറച്ച് യെസ് കടം കൊടുക്കില്ല എന്നതിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വെച്ച കാര്യമാണ്, 60% ഫണ്ട് ആ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാൻ നിങ്ങൾ എത്ര ബഡ്ജറ്റിനാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഏകദേശം 60% ഫണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് ഉണ്ടായിരിക്കണം. ബാക്കി ലോണിലേക്ക് പോകാം, മറ്റുള്ളവരോട് ചോദിക്കാം, ചെറിയ പേഴ്സണൽ ലോൺ ഇടാം. പക്ഷെ 60% പേയ്മെന്റ് പൈസ നമുക്കുണ്ടായി, അങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ് നമുക്ക് സ്വയം ഉണ്ടായിട്ട് റീറ്റെയിൽ ഷോപ്പിലേക്ക് കാലെടുത്ത് വച്ചാൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര നടത്താൻ പറ്റും. വളരെ ഗംഭീരമായിട്ട് ഓവർലോഡ് എടുത്ത് തലയിലേക്ക് വെച്ച് 50 ലക്ഷത്തിന്റെയോ 25 ലക്ഷത്തിന്റെയോ ലോൺ എടുത്ത് വളരെയധികം നന്നായിട്ട് ഫർണിഷിങ് ചെയ്ത് ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങി വളരെ ഭംഗിയായിട്ട് ഒരു MLA കൊണ്ടോ MPയെ കൊണ്ടോ അല്ലെങ്കിൽ സിനിമാ നടനെ കൊണ്ടോ സിനിമാ നടിയെ കൊണ്ടോ അതിന്റെ ഇനാഗ്രേഷൻ ചെയ്യിച്ച് വന്ന് ചോദിക്കുന്നവർ കടത്തിനാണ് ചോദിക്കുന്നത്. ഷോപ്പിലേക്ക് എത്തുന്നവർ കടം പറയുന്നു. ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ 1 മാസം കൂടി കഴിഞ്ഞാൽ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ഓൾറെഡി നമ്മൾ 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ 5 ലക്ഷത്തിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്, 2.5 ലക്ഷം അഡ്വാൻസ് കൊടുത്തു, ബാക്കി 2.5 ലക്ഷംകാർ അന്വേഷിച്ച് വരാൻ തുടങ്ങും.
30 ദിവസം കഴിയുമ്പോഴത്തേക്കും കമ്പനിക്കാർ വരും, ഡിസ്ട്രിബ്യൂട്ടർ വരും. അപ്പൊ അങ്ങനെ നമുക്ക് കൃത്യമായ ഒരു പ്രീ പ്ലാനിങ് വേണം. ഒരു റീറ്റെയിൽ ഷോപ്പ് ഇത്രയും ലോൺ എടുത്ത് ഇത്രയും ഫണ്ട് റൈസ് ചെയ്തിട്ട് ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ അത്രയും കസ്റ്റമർ വാക്കിൻ ചെയ്യുമോ, ഇത് വാങ്ങിക്കാൻ തയ്യാറാവുമോ, അടുത്തുള്ള കോമ്പറ്റീറ്റർ ആരൊക്കെ കൊടുക്കുന്നുണ്ട്, അവരുടെ പ്രൈസ് എങ്ങനെയൊക്കെയാണ് അവർ കൊടുക്കുന്നത്, അവർ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് ആ ഏരിയയിലിരുന്ന് കച്ചവടം നടത്തുന്നവരാണ്. അപ്പോൾ അങ്ങോട്ടായിരിക്കും കസ്റ്റമർ ഒരു റാപ്പ് ഉണ്ടാവുക. അപ്പോൾ പുതിയൊരു ഷോപ്പ് ആവുമ്പോൾ കസ്റ്റമർ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരുമോ? ആ കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ? ഈ പറഞ്ഞ ലാഭത്തിൽ തന്നെ എനിക്ക് ഈ പറഞ്ഞ പ്രൈസിങ്ങിൽ വിൽക്കാൻ പറ്റുമോ? കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ, കമ്പനി ഡയറക്റ്റ് ഉണ്ടാകാം, അവർക്ക് പൈസ കൊടുക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്താണ് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ നമ്മൾ ആഡംബരമായിട്ട് എല്ലാവരെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിനിമാ നടനെയോ അല്ലെങ്കിൽ സിനിമാ നടിയെയോ MLA-യോ MBA-യോ കൊണ്ടുവന്ന് വളരെയധികം അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്ത് ഇനാഗ്രേറ്റ് ചെയ്ത് സെയിലില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് എനിക്ക് പറ്റിയതാണോ? നിങ്ങൾക്കറിയാവുന്ന കച്ചവടമാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ഗ്രോത്ത് ചെയ്യുക. താഴെയിൽ നിന്ന് സ്റ്റെപ്പ് കയറുന്നതാണ് മുകളിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗം. അല്ലാതെ എന്തെങ്കിലും യന്ത്രസഹായത്താൽ നിങ്ങൾ മുകളിൽ പോയി നിന്നാൽ പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ഇത്ര ഉയരത്തിലാണല്ലോ ഞാൻ നിൽക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഇതിന്റെ മുകളിലേക്ക് കയറിയത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇനി ഞാൻ താഴേക്ക് ഇറങ്ങണോ അതോ മുകളിലേക്ക് കയറണോ, എന്താണ് ചെയ്യേണ്ടത്, ഒന്നും അറിയാതെ അങ്കലാപ്പായി പോകും. അതിനേക്കാൾ നല്ലത് വളരെ താഴേക്കടിയിൽ നിന്നും ഉള്ള ഫണ്ട് ഉപയോഗിച്ച് ചെറുതായിട്ട് ഗ്രോത്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പിന്നെ അത് ആ പ്രോഡക്റ്റ് കൂട്ടി അതിന്റെ പേയ്മെന്റ് കൊടുത്ത് അങ്ങനെ ആ രീതിയിൽ തന്നെ നല്ല ലാഭകരമായിട്ട് തന്നെ റീറ്റെയിൽ ഷോപ്പ് കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനെ ലാഭകരമായി റീറ്റെയിൽ ഷോപ്പ് കൊണ്ടു നടന്ന് സക്സസ് ആയ ഹിസ്റ്ററികള്, ചരിത്രങ്ങള് ഉറങ്ങുന്ന നാടാണ്. ഉള്ള ഫണ്ട് വെച്ച് ചെറിയ രീതിയിൽ ഗ്രോത്ത് ചെയ്ത് മുന്നോട്ട് പോകുക, അങ്ങനെ മുന്നോട്ട് ഉയരങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് നല്ലൊരു തീരുമാനം. ആദ്യം വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് നമുക്കിത് പറ്റുന്ന ജോലിയാണോ, ഇത് കൊണ്ടു നടക്കാൻ പറ്റുമോ, അതനുസരിച്ച് കുറച്ച് ഫണ്ടൊക്കെ ആയി പിന്നെ ചെറിയ ലോണൊക്കെ എടുത്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഗ്രോത്ത് ചെയ്ത് മുന്നോട്ട് വരിക. ഇത് മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ ഒരു ഡെഡിക്കേഷൻ എന്നൊരു കാര്യമുണ്ട്. എന്താണ് അതിലെ ഡെഡിക്കേഷൻ? കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. കുടുംബക്കാർക്ക് ഈ ഷോപ്പിനോടോ ഈ ബിസിനസ്സിനോടോ താല്പര്യമില്ല. ഈ പാവം പിടിച്ച ഈ മനുഷ്യൻ മാത്രമാണ് ഇതിന്റെ ബാക്കിൽ നിൽക്കുന്നത്. കഷ്ടപ്പാട് മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിലാണ്. ഒരു 2 മണിക്കൂർ ഷോപ്പിലൊന്ന് വന്ന് ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്കതിന് സമയമില്ല. ഇയാളുടെ മാത്രം ഒരു ഹെഡേക്കായിട്ട് തലവേദനയായിട്ട് മാറുന്നു ഈ ഷോപ്പ്. പക്ഷെ അവർക്ക് വേണ്ടത് എന്താണ്? പൈസ വേണം. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ ഇത് ബിസിനസ്സിലൂടെയും ഒരു സ്വയം തൊഴിലിലൂടെയോ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലൂടെയോ ഒരു ബിസിനസ്സിലൂടെയാണ് എന്ന് അവർ അത് മനസ്സിലാക്കാനും ചിലപ്പോൾ വൈകിയവരാകാം. അവർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായിരിക്കാം. പക്ഷെ ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ വലുതാണ്. വളരെയധികം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം തന്നെ ഒരു റീറ്റെയിലർക്ക് ഉണ്ടായിരിക്കണം. വൈഫും ഹസ്ബൻഡും വളരെ തന്മയത്വത്തോടെ വളരെയധികം ഒത്തൊരുമയോടെ അവർ വീട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുടുംബം പോലെ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫും മക്കളൊക്കെ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ലെവലുള്ള മാർക്കറ്റിംഗ് ആയാലും റീറ്റെയിൽ മാർക്കറ്റിംഗ് ആയാലും കൊണ്ടു നടക്കുന്ന ധാരാളം ഫാമിലികളുടെ നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ ഞാൻ പറയുന്നത് കുടുംബത്തിന്റെ സപ്പോർട്ട്. കാരണം ഈ മനുഷ്യൻ രാവിലെ ഷോപ്പിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നതാണ്. ചിലപ്പോൾ ചോറ് കൊണ്ടുപോകാതിരിക്കാം. അതിനുശേഷം ഈ ഷോപ്പിലുള്ള ഇരിപ്പാണ്. രാവിലെ 8 മണി മുതൽ വന്നാൽ രാത്രി 8 മണിക്കാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. പിന്നെ വീട്ടിൽ വന്ന ശേഷം വേണം ഒന്ന് ഫ്രഷായി ജസ്റ്റ് ഒന്ന് കിടന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും നേരം വെളുത്തു. പിന്നെ 8 മണിക്ക് ആകുമ്പോഴേക്കും തല്ലിപ്പടിച്ച് ഈ ഷോപ്പിൽ തന്നെ വന്നിരിക്കണം. ഈ ഇരിപ്പാണ് ഇതിലെ ജോലി. പേയ്മെന്റ് കൊടുക്കേണ്ട പാർട്ടികളുടെ ടെൻഷൻ, നമുക്ക് കിട്ടേണ്ടവരുടെ ടെൻഷൻ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു റീറ്റെയിലർ ഫേസ് ചെയ്യണം. അയാൾ ജീവിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നവരും ചില റീറ്റെയിലേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ളവരും അവരുടെ വ്യഥകൾ, അവരുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു റീറ്റെയിലർ എപ്പോഴാണ് വിജയത്തിലേക്ക് പോകുന്നതെന്നറിയാമോ? എനിക്ക് ഇതല്ലാതെ വേറെ ഒരു വഴികൾ എൻ്റെ മുന്നിലില്ല. ഈ ഷോപ്പ് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള വഴി. ഇത് ഞാൻ സക്സസ് ആക്കിയിരിക്കും
ഇതല്ലാതെ ഒരു വഴി എൻ്റെ മുന്നിലില്ല എന്ന് സ്വയം ഒരു റീറ്റെയിലർ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ, ആദ്യം പറഞ്ഞ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ നമ്മൾ ആരംഭിച്ച വാക്കുകൾ തന്നെ ആവർത്തിക്കുന്നു. യെസ് എന്ന് പറയേണ്ട കാര്യത്തിന് യെസ് എന്നും, നോ എന്ന് പറയേണ്ട കാര്യത്തിന് ദൃഢമായി നോ എന്നും പറയാൻ പഠിച്ചുകൊണ്ട് തന്നെ ഈ ഷോപ്പ് ഞാൻ സക്സസ് ആക്കിയിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നോ കുടുംബത്തിൻ്റെ സർക്കിളിൽ നിന്നോ ആര് എന്ത് പറഞ്ഞാലും ഇത് എൻ്റെ പെയിനാണ്, ഞാനിത് സക്സസ് ആക്കി തന്നെ മുന്നോട്ട് പോയിരിക്കും. ഞാൻ സ്വന്തമായിട്ട് 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നു, 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നു. ഈ റെൻറ്റിൽ ഇരിക്കുന്ന ഞാൻ അത് മാറ്റി ഒരു ബിൽഡിംഗ് പണിയുന്നു. ആ ബിൽഡിംഗ് പണിതിട്ട് 2-3 നിലയിലേക്ക് പണിത ശേഷം ഓരോ സെഗ്മെൻറ്റുകളും തിരിച്ച് സ്റ്റാഫുകളെ വെച്ച് വളരെയധികം ടേൺ ഓവർ ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട്, ഒരു റീറ്റെയിലറായിട്ട് കേരളത്തിൽ അറിയപ്പെടും. അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റുകളിലും സെപ്പറേറ്റ് ബ്രാഞ്ചുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സക്സസ് ആയിരിക്കും എന്നുള്ള ബോധം, അങ്ങനെയുള്ളൊരു സക്സസിൻ്റെ സോപാനത്തിലേക്ക് കയറുന്നത് അയാളൊന്ന് ഡ്രീം ചെയ്ത് അത് നടപ്പിലാക്കാൻ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു മാനസിക തലം, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു മനോബലം അയാൾക്കുണ്ടാകുമ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നതല്ല, അത് ഉണ്ടാക്കുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.